സംഭവമായിട്ട് തോന്നിയില്ല. സംഭവമാണെന്ന് തോന്നിക്കാനുള്ള എല്ലാ വേലകളും നമ്മളെ ടീം ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ നല്ല രീതിയിൽ ബോറടിപ്പിക്കുന്നതും ലാഗുള്ളതും പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഉള്ളതും ഒന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു 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 ക്വാളിറ്റി എനിക്ക് അതിൽ ഒരു കാര്യത്തിലും ഫീൽ ചെയ്തില്ല എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്കൊക്കെ ഇത് എന്തോ ഒരു സംഭവമാണെന്ന് തോന്നിയേക്കാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു സംഭവമല്ല. ഇതൊക്കെ ഒരു പരീക്ഷിച്ച് തോറ്റുപോയ ഒരു ഒരു ശ്രമം എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിലാദ്യം തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ 2 താരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആദിശേഷനോ അങ്ങനെ എന്തോ ഒരു പയ്യനും പിന്നെ ഫർസാന എന്ന് പറയുന്ന ഒരു ഫീമെയിലും, ഈ 2 പേരും ഒരു അമ്മയും മകനും. അവരുടെ കഥയാണ് ഈ സിനിമ. അമ്മയും മകനുമാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ്. തുറന്നു പറഞ്ഞാൽ ഈ സിനിമയിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട 2 പ്രകടനങ്ങൾ ഇവരുടേതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ആ ഒരു പവർ ആദ്യമേ അങ്ങ് പോയത്. ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് പരിചയമില്ലാത്ത 2 വ്യക്തികളാണ് അവിടെ നിന്ന് ഈ ഗോഷ്ഠികളൊക്കെ കാണിക്കുന്നതെന്ന് അവരെന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും എനിക്കും തോന്നില്ല. പ്രത്യേകിച്ച് ഏറ്റവും മോശം പെർഫോമൻസ് ആ പയ്യനാണ്. ബാലൻ, സിനിമയുടെ പേര് തന്നെ ബാലനാണ്. ഈ ബാലനായി വരുന്ന ആ കൊച്ചു പയ്യൻ തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും ബോറൻ പെർഫോമൻസ്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇവരെയൊക്കെ കൊണ്ടുവന്നതെന്ന് അറിയില്ല. എന്നാൽ ചുറ്റുവട്ടം നിൽക്കുന്ന മറ്റു ചില സബ് ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ നല്ല പ്രകടനം തന്നെയായിരുന്നു, കുറ്റം പറയാനില്ല. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ലാൽ ജൂനിയറിന്റെ ഒരു പോലീസ് വേഷത്തിലുള്ള റോളുണ്ട് സിനിമയിൽ തന്നെ. എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ, ഏറ്റവും നല്ല പ്രകടനങ്ങളിൽ ഒന്നായിട്ട് തോന്നിയത് ആ റോളാണ്. പിന്നെ നല്ലൊരു ക്യാമിയോയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെ ഞെട്ടിക്കാനൊക്കെ ഒന്ന് നോക്കി. ഞാൻ ഞെട്ടിയില്ല. ആ ക്യാമിയോ എന്നതിന് ശേഷമാണ് ആ സിനിമ വീണ്ടും ബോറായി മാറിയത്. വേറെ ആരുമല്ല, ഞാൻ സസ്പെൻസ് പറഞ്ഞില്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നമ്മൾ ടൊവിനോ തന്നെയാണ്. ടൊവിനോ ഇപ്പോൾ ക്യാമിയോ വരാൻ മിടുക്കനാണ്. ടൊവിനോ തോമസ് വന്ന് അവരുടെ രീതിയിൽ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം സിനിമയുടെ ആ ഒരു പേസ്, ആ ഒരു സംഭവ വികാസങ്ങൾക്കൊന്നും ഒരു ഇതില്ലാതായി. സിനിമ ഏതാണ്ട് ഒരു 3/4 ഭാഗം ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ബോറടിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പലരും വായിച്ചു നോക്കി, ഞാനും വായിച്ചു നോക്കി. എങ്ങനെയെങ്കിലും തീർന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അവസാനം എന്തോ ഒരു ഭയങ്കര സംഭവമൊക്കെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ചിരിയാണ് വന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, എനിക്ക് ചിരിയാണ് വന്നത്. ഡയലോഗ്സ് ഒക്കെ വളരെ വളരെ മോശം, സ്ക്രിപ്റ്റ് മോശം, സംവിധാനം കിടിലമാക്കാൻ ട്രൈ ചെയ്തു. എന്റെ കണ്ണിൽ അതൊരു പരാജയമാണ്. ഈ സിനിമയൊന്നും സംവിധാനം ചെയ്ത ഇത്തരം കഥകളും ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം പാറ്റേൺ ഫിലിംസും പരീക്ഷിക്കാനൊന്നും ആയിട്ടില്ല ഇത്തരം പുതിയ സംവിധായകർ എന്ന് തന്നെ പറയാം.